ഹെയർ ആക്സസറീസ് ബിസിനസ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. കുട്ടികൾക്കായിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ഹെയർ ബാൻഡാണ്. വളരെ കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് മേക്കിംഗ് വീഡിയോ കാണാം. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4mm സൈസ് വരുന്ന ഗോൾഡൻ ഷെയ്ഡിലുള്ള ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഗോൾഡൻ കളറിലുള്ള കുറച്ച് ബീഡ്സും ഉണ്ട്. ഇനി ഈ കമ്പിയിലേക്ക് നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കണം. അപ്പോൾ ഈ കമ്പിയിലേക്ക് ആദ്യത്തെ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനെ ഒന്ന് ടൈറ്റാക്കി പിടിച്ച് ചുറ്റിയെടുക്കുവാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബീഡ്സ് ഇട്ട് കൊടുത്ത് അതും ഇതേപോലെ തന്നെ ടൈറ്റാക്കി അതിനെ ചുറ്റിയെടുക്കുക ചെയ്യുന്നത്. രണ്ടാമത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ട് കമ്പിയും കൂട്ടിപ്പിടിച്ച് ഒരു 5 to 6 ടൈംസ് ഇതിനെ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതേപോലെ 4 ബീഡ്സാണ് ഒരു ബ്രാഞ്ചിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 4ാമത്തെ ബീഡ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബ്രാഞ്ചാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ബ്രാഞ്ചിൽ നിന്നും കുറച്ച് ലെങ്ത് കുറവാണ് സെക്കൻഡ് വൺ വേണ്ടത്. അതേപോലെ ആദ്യം നമ്മൾ 4 ബീഡ്സാണ് ഇട്ടത്. ഇനി ചെയ്യുന്ന ബ്രാഞ്ചിൽ 3 ബീഡ്സ് വെച്ചാണ് ഇടേണ്ടത്. ഇനി ഇതേപോലെ തന്നെ ഒരു ബ്രാഞ്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെയും 3 ബീഡ്സ് വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇതേ രീതിയിൽ നമ്മൾ 2 വർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സോ ഇതിവിടെ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വാക്സ് ഷീറ്റ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. വാക്സ് ഷീറ്റിന് പകരം നമുക്ക് ഫോം ഷീറ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം. B7000 ഗ്ലൂ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ വാക്സ് ഷീറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലത്തെ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ഗോൾഡൻ കളർ പോളൻസ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളിവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 3 ബഞ്ചാണ് ഞാൻ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ താഴത്തെ പോർഷനിലും ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതേപോലത്തെ ഒരു 3 ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. അതിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3mm സൈസ് വരുന്ന ഒരു മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബീഡ്സ് വർക്ക് അത് ഈ ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് ആ സെയിം കമ്പി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നല്ലതുപോലെ ടൈറ്റാക്കി ചുറ്റിയെടുക്കുന്നുണ്ട്. ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇത് ഞാൻ ഫിക്സ് ചെയ്യുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ചും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 2 റെഡിയാണ്. ഇനി ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഫ്ലവർ അതിലേക്ക് വെച്ച് കൊടുക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേ ഷേപ്പിലുള്ള ഒരു വാക്സ് ഷീറ്റ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പൂവിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അവിടെ കുറച്ച് വൈറ്റ് സ്റ്റോൺസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സജഷൻസ് എന്തായാലും കമൻറ്റ് ചെയ്യണം. താങ്ക് യു.